ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പിസ്സ ഊത്തപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് മൈദയോ പിസ്സ ബേസോ ഓവനോ ഒന്നും കൂടെ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പിസ്സ ഊത്തപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മളൊരു പിസ്സ ഊത്തപ്പം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന ടോപ്പിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവോള ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റണം. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴണ്ടു വരണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മസാല മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് മതിയാവും. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബൗള് ചിക്കൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്ക് ചെയ്ത ചിക്കനാണ്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അത് മിൻസ് ചെയ്തെടുത്തിരിക്കുകയാണ്. മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് 1-2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനാവാനേ പാടുള്ളൂ. ഒരുപാട് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കുക. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയുമായിട്ട് യോജിച്ച് നല്ലൊരു മസാലയാക്കി എടുക്കണം. അപ്പം നമ്മളുടെ ഇതിൻ്റെ ടോപ്പിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ആവശ്യമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പിസ്സ ഊത്തപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവിനൊക്കെ പാകത്തിനുള്ള ഒരു മാവാണ് എടുത്തിരിക്കുന്നത്. നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല മാവ് എടുക്കുക. അപ്പം ദോശമാവിനെക്കാട്ടിയും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മാവ്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് സവോള, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് രണ്ടും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സവോളയും ക്യാപ്സിക്കം എടുക്കുക. പിന്നീട് വേണ്ടുന്നത് ചീസാണ്. ഞാൻ മൊസറല്ല ചീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ടോപ്പിങ്സ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസാണ്. പിസ്സ സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വേറൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ, പിസ്സ സോസിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു പാന് ചൂടായി തുടങ്ങിയാൽ നമുക്കതിലേക്ക് ഒരു 1-2 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, എന്നാൽ തീരെ അങ്ങ് തിന്നായിട്ട് പരത്തിയും വേണ്ട. ഈ ഒരു പാകത്തിന് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് സോസ്. ഇത് ടൊമാറ്റോ സോസാണ്. നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് അതും കൂടി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ചീസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം. ചീസൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 1-1.5 മിനിറ്റ് സമയം കുക്ക് ചെയ്യുക. ആ ചീസൊക്കെ നന്നായിട്ടങ്ങ് മെൽറ്റാവും. ഒരു 1-1.5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതങ്ങ് മെൽറ്റായി വരും. അതുവരെ ഇതിൻ്റെ മുകളിൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും സമയം മതി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. എപ്പോഴും ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകാനായിട്ട് ഇടയാവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ എപ്പോഴും വെക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റുകയാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അതുപോലെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനൊന്ന് കട്ട് ചെയ്യുകയും ഇന്നും കൂടെ കാണിക്കാം കേട്ടോ. പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പം പെട്ടെന്ന് അതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.